കേസ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 30 താരങ്ങളെ പറ്റിയാണ്. ആരാണ് 30 താരങ്ങൾ? തെറ്റായ ക്ലബ്ബിൽ കളിക്കുന്ന 30 താരങ്ങൾ. തെറ്റായ ക്ലബ്ബിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പലർക്കും ചിന്തിക്കാം. മറ്റൊന്നുമല്ല, ഈ പ്ലേയേഴ്സ് വേറെ ഏത് ക്ലബ്ബിൽ അല്ലെങ്കിൽ വേറെ മറ്റ് ചില ക്ലബ്ബുകളിലായിരുന്നെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് ലെവലിൽ തന്നെ വരേണ്ടിയിരുന്ന പ്ലേയേഴ്സ് പക്ഷേ ഒരു ക്ലബ്ബിൽ ആയതുകൊണ്ട് അധികം സമയം കിട്ടാതെ ചുരുങ്ങിപ്പോയിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ. അപ്പം അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോ ക്ലബ്ബുകളിൽ നിന്ന് തുടങ്ങാം. ടേബിളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മോഹൻ ബഗാനിൽ നിന്ന് തുടങ്ങാം. മോഹൻ ബഗാനിൽ നിന്ന് കുറച്ചധികം പ്ലേയേഴ്സിൻ്റെ പേര് പറയാനുണ്ട്. നമുക്കറിയാം, അങ്ങനെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻ ബഗാനിലാണ് ഏറ്റവും ഒരു ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു സ്ക്വാഡ് ഡെപ്ത് ഉള്ളത്. അപ്പോൾ പല പ്ലേയേഴ്സും ഓട്ടോമാറ്റിക്കലി ബെഞ്ചിലാകുമെന്ന് പറയുന്നത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം പറയാവുന്ന പേര് ഗോൾ കീപ്പറായിട്ടുള്ള ധീരജ് സിംഗ് ആണ്. ധീരജ് സിംഗിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ISLലെ പല ടീമുകളിലും പോയിരുന്നെങ്കിൽ ഒരു ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് ഈ സീസൺ മുഴുവൻ കളിക്കാമായിരുന്നു എന്നുള്ളതാണ്. മോഹൻ ബഗാൻ വിശാൽ കൈത്ത് ഉള്ളിടത്തോളം കാലം ധീരജിന് അവിടെ ഓപ്പർച്യൂണിറ്റി കുറയും എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ്. പിന്നെ പറയേണ്ടത് ആഷിഖ് കുര്യനെയാണ്. ഇപ്പോൾ ആഷിഖ് കുര്യൻ്റെ കാര്യം എടുത്ത ഈ സീസൺ ഇഞ്ചുറി കാരണം കുറേ മത്സരങ്ങൾ കളിക്കാതെ പോയി, ശരിയാണ്. പക്ഷേ മോഹൻ ബഗാൻ്റെ ലെഫ്റ്റ് വിങ്ങിൽ നോക്കൂ, അവിടെ ലിസ്റ്റൺ കൊളാസോ ഉണ്ട്. ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലാണ് കളിപ്പിക്കാൻ പോകുന്നതെങ്കിൽ പോലും അവിടെ സുഭാഷിഷ് ബോസ് ഉണ്ട്. അങ്ങനെ അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പ്ലേയേഴ്സ് അവിടെ ഉള്ള സ്ഥിതിക്ക് ആഷിഖ് കുര്യൻ എങ്ങനെ ഒരു സ്ഥാനം എന്ന് പറയുന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. പക്ഷേ ഉറപ്പായിട്ട് ഏത് ടീമിൽ പോയാലും ഏത് അവസ്ഥയിൽ പോയാലും ഞാൻ ആഷിഖിൻ്റെ കാര്യത്തിൽ പറയുന്നു, അദ്ദേഹത്തിന് ഒരു ഫസ്റ്റ് 11 ഡിസേർവ് ചെയ്യുന്ന പ്ലെയറാണ്. അത്രയും കൺസിസ്റ്റൻസി ഇട്ട്, അത്രയും എഫേർട്ട് ഇട്ട്, അത്രയും വർക്ക് റേറ്റ് കൊടുക്കുന്ന ഒരു പ്ലെയറാണ് ആഷിഖ് കുര്യൻ എന്ന് പറയുന്നത്. അടുത്തത് ഗ്ലാൻ മാർട്ടിൻസ് ആണ്. ഗ്ലാൻ മാർട്ടിൻസ് ഈ സീസണിൽ ISLൽ ഒരു മിനിറ്റ്സ് പോലും കളിച്ചിട്ടില്ല. പ്രത്യേകിച്ച് ഡിഫൻസീവ് മിഡ്ഫീൽഡാണ്. ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സിനൊക്കെ ഒരുപാട് ക്ഷാമമുണ്ട് ISL. അപ്പം ഗ്ലാൻ മാർട്ടിൻസ് ഒക്കെ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്ന പല ക്ലബിനും അത് ഗുണകരമായിട്ട് മാറിയേനെ എന്നുള്ളതാണ്. അടുത്ത പ്ലെയർ ദീപക് താങ്കരിയാണ്. ദീപക് താങ്കരി ഞാൻ പറഞ്ഞ പോലെ നാഷണൽ ടീമിൽ വരെ കളിപ്പിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ അപ്പൂയ അവിടെ കളിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ റോളില്ല. അപ്പൂയ ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ മാത്രമേ അദ്ദേഹത്തിന് അവിടെ അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പം പറഞ്ഞല്ലോ, ഏതൊരു ടീമിലാണെങ്കിലും ദീപക് താങ്കരി പോലത്തെ ഒരു പ്ലെയർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫസ്റ്റ് 11 പ്ലെയർ എന്ന നിലയിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. അടുത്ത പ്ലെയർ അഭിഷേക് സൂര്യവംശിയാണ്. അഭിഷേക് കഴിഞ്ഞ സീസണിൽ കുറച്ചധികം മിനിറ്റ്സ് കിട്ടിയുള്ള പ്ലെയറാണ്. പക്ഷേ ഈ സീസണിലേക്ക് വരുമ്പോഴത്തേക്കും ഒട്ടും തന്നെ അങ്ങനെ മിനിറ്റ്സ് കിട്ടിയില്ല എന്ന് പറയാം. കാരണം അനുരുത്താപ്പ ആ പൊസിഷനിൽ കളിക്കുന്നു, അല്ലാത്തപ്പോൾ സഹലിനെ കളിപ്പിക്കുന്നു. അടുത്ത സീസണിൽ ചിലപ്പോൾ ഒരു ഫോറിൻ സെൻട്രൽ മിഡ്ഫീൽഡിനെ കൊണ്ടുവരുമെന്ന് പറയുന്നത്. അപ്പം അഭിഷേക് തീർച്ചയായിട്ടും അത്രയും പൊട്ടൻഷ്യൽ ഉള്ളൊരു പ്ലെയറാണ്. സെൻട്രൽ മിഡ്ഫീൽഡേഴ്സൊക്കെ ഇല്ലാത്തൊരു ക്ലബ്ബൊക്കെ ചൂസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു നല്ല സാധ്യതയായിരിക്കും. ഇനി നമുക്ക് ഗോവയിലേക്ക് വരാം. ഗോവയുടെ കാര്യത്തിൽ എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നൊരു പ്ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാറ ശർമ്മയാണ്. ലാറ ശർമ്മ അത്യാവശ്യം ഒരു നല്ല ഗോൾ കീപ്പർ തന്നെയാണ്. ഗോൾ കീപ്പിംഗ് ദാരിദ്ര്യമുള്ള ഏതെങ്കിലും ഒരു ക്ലബ്ബിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതിനേക്കാൾ കൂടുതൽ ഗെയിം ടൈം കിട്ടിയാണ്. ഇവിടെ അദ്ദേഹത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷയാണ്. പക്ഷേ ഋത്തിക് തിവാരിയാണ് മനോലെ ഇമ്പ്രസ് ചെയ്തത്. അതുകൊണ്ട് ആ ഒരു യങ് പ്ലെയറിന് കൂടുതൽ അവസരം കിട്ടി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലാറ ഒരു ബെറ്റർ ആയിട്ടൊരു ഓപ്ഷൻ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. ഇനി ബംഗളൂരു FC വരുമ്പോഴത്തേക്കും 2 വിങ്ങേഴ്സ് അല്ലെങ്കിൽ 2 ഫോർവേഡ്സ് എന്നൊക്കെ പറയാൻ പറ്റുന്ന താരങ്ങളെ പറ്റിയാണ് പറയുന്നത്. ഒന്ന് രോഹിത് ദാനുമാണ്. രോഹിത് ദാനു ഒരു സെൻട്രൽ ഫോർവേഡാണ്. ബേസിക്കലി അണ്ടർ 17 കളിക്കുന്ന സമയത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ BFC വന്ന് വിങ്ങിലേക്ക് കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ വിങ്ങിലാണെങ്കിലും സെൻട്രൽ ഫോർവേഡ് ആണെങ്കിലും പ്ലേയേഴ്സിൻ്റെ ഒരു അറിയാലോ എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. അപ്പം വലിയ ഒരു പ്രശ്നമാണ്. അതുപോലെ ഹാളിച്ചാരൻ നർസറി, പ്രത്യേകിച്ച് അദ്ദേഹം ഒരു ഇഞ്ചുറി ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തിന് ഒട്ടും തന്നെ അവസരമില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് ബംഗളൂരു FC പോയി എന്നുള്ളതാണ്. ഇനി നോർത്ത് ഈസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ ഞെട്ടുന്നൊരു പേരായിരിക്കാം പാർഥിവ് ഗൊഗോയ്. കാരണം പാർഥിവ് ഗൊഗോയ് ഈ സീസണിൽ ഒട്ടും തന്നെ കോച്ച് ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അങ്ങനെ ഇഞ്ചുറി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും കാര്യമായിട്ട് ഇല്ലായിരുന്നു. അദ്ദേഹത്തെ സത്യം പറഞ്ഞാൽ ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് ഉപയോഗിക്കേണ്ട ഒരു പ്ലെയറാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അധികം വർക്ക് ലോഡൊന്നും എടുക്കില്ല, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഓഫ് ദി ബോളൊന്നും അത്ര അടിപൊളിയൊന്നും ആയി. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം കോച്ച് ഈ ഒരു താരത്തെ ഒരു വിങ്ങിൽ പോലും യൂസ് ചെയ്യാത്തത് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ സ്കോർ ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ സ്ട്രൈക്കേഴ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലബ്ബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പറഞ്ഞൊരു ഓഫ് ദ ബോൾ അല്ലെങ്കിൽ പ്രസ് ചെയ്യാനുള്ള ആ വർക്ക് റേറ്റ് എടുക്കാനുള്ള ഒക്കെ ഒരു കേപ്പബിലിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഇനി ജംഷഡ്പൂർ FC വരുന്ന സമയത്ത് ആദ്യത്തെ പ്ലെയർ ശുഭം സാരംഗിയാണ്. അവിടെ അശുതോഷ് മേത്ത തന്നെയാണ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ കോച്ച് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ശുഭം സാരംഗി നല്ല പ്ലെയറാണ്. ഇടയ്ക്കൊരു ഇഞ്ചുറി വന്ന് പിന്നൊന്ന് ബെഞ്ചിലൊക്കെ ആയിപ്പോയി അങ്ങനെ പോയതാണ്. ഉറപ്പായിട്ടും ഒരു നല്ല ക്ലബ്ബൊക്കെ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. അതുപോലെ ശ്രീകുട്ടൻ, VS ശ്രീകുട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ള മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസർവ് സൈഡിലും ഡ്യൂറൻ കപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. ജംഷഡ്പൂർ വന്നതിന് ശേഷം ഒട്ടും തന്നെ അവസരം കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ജംഷഡ്പൂരിൽ ഒരുപാട് വിങ്ങേഴ്സിൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രീകുട്ടന് ഒട്ടും തന്നെ അവസരങ്ങൾ അവിടെ ഇല്ല. ഒരു സെക്കൻഡ് ഹാഫിൽ പോലും അങ്ങനെ അവസരങ്ങളില്ല എന്നുള്ളതാണ്. ഇനി മുംബൈ സിറ്റി FC വരുന്ന സമയത്ത് ആദ്യത്തെ പ്ലെയർ സഞ്ജീവ് സ്റ്റാലിനാണ്. സഞ്ജീവ് സ്റ്റാലിനിലേക്ക് വരുന്നൊരു സാഹചര്യത്തിൽ അദ്ദേഹം
KBFCയിൽ അത്യാവശ്യം നല്ല ഗെയിം ടൈം കിട്ടിയിട്ടാണ് മുംബൈയിലോട്ട് പോയത്. മുംബൈയിൽ ഇത്തവണ ആകാശ് മിശ്ര ഇഞ്ചേർഡ് ആകുന്ന സാഹചര്യത്തിൽ അവസരങ്ങൾ കിട്ടുമെന്ന് വിചാരിച്ചു, പക്ഷേ അപ്പോഴും കിട്ടിയില്ല. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശ്നമാണോ എന്നൊന്നും അറിയത്തില്ല. പക്ഷേ നല്ലൊരു ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അണ്ടർ-17 വേൾഡ് കപ്പ് ഒക്കെ തൊട്ട് നമ്മൾ കാണുന്നതുകൊണ്ട് പറയുന്നതാണ്. അപ്പം അങ്ങനത്തെ ഒരു അവിടെ ഓപ്ഷൻസ് ഉള്ള സ്ഥിതിക്ക് വേറെ LBയിലൊക്കെ പ്രശ്നങ്ങളുള്ളൊരു ക്ലബ്ബ് ചൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ്. അതുപോലെ മുംബൈയിൽ ഒരുപാട് താരങ്ങളുള്ള പൊസിഷനാണ് വിങ്ങേഴ്സ്. അവിടെ നൗഫൽ എന്ന് പറഞ്ഞിട്ടുള്ള ഗോൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്ലെയർ വളരെ കുറഞ്ഞ മിൻസാണ്. സീസണിൻ്റെ തുടക്കത്തിൽ കുറച്ച് മിൻസൊക്കെ കിട്ടിയിരുന്നു, അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് അത്ര മിൻസ് പോലും കിട്ടാത്തൊരു സാഹചര്യം വന്നു. അപ്പം അത് ഒരു നല്ല തീരുമാനമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഒഡീഷ FC വരുമ്പോഴത്തേക്കും റെയ്നിയർ ഫെർണാണ്ടസ് നല്ലൊരു സെൻട്രൽ മിഡ്ഫീൽഡറാണ്. പലരും എങ്ങനെ റേറ്റ് ചെയ്യുന്ന അറിയത്തില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. അദ്ദേഹത്തിന് അവിടെ വലിയ കാര്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല. ഒരു ഫസ്റ്റ് ലെവലിൽ തന്നെ കളിപ്പിക്കേണ്ട പ്ലെയറാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. പിന്നെ ജെറി മാവിയ, പ്രത്യേകിച്ച് രാഹുൽ KP വന്നതിന് ശേഷം ജെറി മാവിയയ്ക്ക് ഒട്ടും ഇപ്പം കോച്ച് പ്രിഫർ ചെയ്യുന്നത് അദ്ദേഹത്തെയാണ്. നമുക്കറിയാം ജെറിയെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്കും ഈ സീസണിൽ പോലും ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു റൈറ്റ് ടു വിങ് പൊസിഷനിൽ പ്ലെയേഴ്സിന് ആവശ്യമുള്ളൊരു ക്ലബ്ബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലൊരു ഡിസിഷൻ ആയിരിക്കും എന്നുള്ളതാണ്. അതുപോലെ കമൽജിത്ത് സിംഗ് KBFCയിൽ ഇപ്പോൾ ലോണിൽ വന്നു, ഇനി തിരിച്ചു പോകുമായിരിക്കും. അവിടെ അമരീന്ദറുള്ള സ്ഥിതിക്ക് കമൽജിത്തിന് യാതൊരു സാധ്യതയില്ല. അപ്പം ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ലെവലിലുള്ള ഒരു ക്ലബ്ബ് അദ്ദേഹം ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരാം. കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരുപാട് ബെഞ്ച് സ്ട്രെങ്ത് എന്നൊന്നും പറയാനില്ലെങ്കിലും ചില പൊസിഷൻസിൽ ഈ പ്ലേയേഴ്സിൻ്റെ ഒരു ഓവർലോഡ് കാരണം കുറേ പ്ലേയേഴ്സിൻ്റെ പേര് നമുക്കിതിൽ പറയാൻ പറ്റും എന്നുള്ളതാണ്. ആദ്യത്തെ പ്ലെയർ മുഹമ്മദ് അസറാണ്. അസർ സെൻട്രൽ മിഡ്ഫീൽഡായിട്ട് കഴിഞ്ഞ സീസണിൽ ഒരുപാട് ഇഞ്ചുറികൾ ആ പൊസിഷനിൽ പറ്റിയിരുന്നു. അവിടെ വന്ന് അസർ നന്നായിട്ട് പെർഫോം ചെയ്തതാണ്. ഈ സീസണിൽ നമുക്ക് അസറിനെ അങ്ങനെ കാണാനേ സാഹചര്യമില്ല. ഇഞ്ചുറി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അവൈലബിലിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം ഏത് ഒരു ക്ലബ്ബിൽ പോയാലും പറഞ്ഞ പോലെ നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടുക, ആ ഒരു പൊട്ടൻഷ്യൽ ഉള്ള, അതുപോലെ തന്നെ ഒരു ഡീപ് ലൈൻ പ്ലേ മേക്കർ എന്ന ലെവലിലൊക്കെ കളിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു സെൻട്രൽ മിഡ്ഫീൽഡർ ബോക്സ് ടു ബോക്സ് പ്ലെയർ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ്. അതുപോലെ അമാവിയ ലെഫ്റ്റ് വിങ് പൊസിഷനിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഇപ്പോൾ നോവ നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതിനോടൊപ്പം തന്നെ ഐമനുണ്ട്. ഈ സാഹചര്യത്തിൽ അമാവിയെ പോലത്തെ ഒരു താരം ഒരു ഗെയിം ടൈം കിട്ടുന്ന, അദ്ദേഹം റൈറ്റ് വിങ്ങിനേക്കാൾ ലെഫ്റ്റ് വിങ്ങിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കേപ്പബിലിറ്റി. അത് മുമ്പ് അദ്ദേഹം കളിച്ച ക്ലബ്ബിലും I-ലീഗിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ബ്രൈസ് മെറണ്ടയുടെ കാര്യം അത് തന്നെയാണ് പറയേണ്ടത്. ലെഫ്റ്റ് വിങ്ങേഴ്സിൻ്റെ ഒരു അതിപ്രസരമാണ്. ഇന്റർകാഷിൽ പോയതിനു ശേഷം അദ്ദേഹത്തിന് നന്നായിട്ട് കളിക്കാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇഷാൻ പണ്ഡിതയാണ്. ഇഷാൻ പണ്ഡിതയ്ക്ക് ഒട്ടും തന്നെ അങ്ങനെ ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല എന്ന പരാതി ഉണ്ടായിരുന്നു. ഇത്തവണ ഇഞ്ചുറിയാണ് കാരണം. പക്ഷേ ഈ ഒരുപാട് വിദേശ ഫോർവേഡ്സിനെ ഉപയോഗിക്കുന്ന ഒരു ക്ലബ്ബ് അദ്ദേഹം ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള ചില ടീമുകൾ ചിലപ്പോൾ ഒരു സ്ട്രൈക്കറൊക്കെ കാണത്തുള്ളൂ വിദേശം. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലബ്ബ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റി കിട്ടാനുള്ളൊരു സാധ്യത കൊണ്ട് ഫിറ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ. അടുത്തൊരു പ്ലെയർ നിഹാൽ സുധീഷാണ്. നിഹാൽ തിരിച്ചു വരണമെന്ന് പലരും പറയുന്നുണ്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ നിഹാൽ റൈറ്റിലേക്കാൾ കുറച്ചും കൂടി ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമ്പോഴാണ് ഒരു മികച്ച രീതിയിൽ കളിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇപ്പോൾ പഞ്ചാബ് FC വന്നതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിൽ അദ്ദേഹത്തെ ഉപയോഗിക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കളിക്കാൻ പറ്റുന്ന ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യുന്നതായിരിക്കും റൈറ്റ് വിങ്ങിനേക്കാൾ നല്ല. ഇപ്പം KBFC തിരിച്ചു വന്നു കഴിഞ്ഞാലും ലെഫ്റ്റിൽ നമുക്ക് പരിഗണിക്കേണ്ട ഒരു ആവശ്യകതയില്ല, കാരണം അവിടെ പ്ലേയേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. ഈ ഈസ്റ്റ് ബംഗാളിലേക്ക് വരുന്നൊരു സമയത്ത് ലാൽചുൻ നുങ്കയുടെ പേര് പറയാം. അദ്ദേഹം സെൻട്രൽ ബാക്കാണ്. അദ്ദേഹം ഈ സീസണിൽ കുറച്ചൊന്ന് ഡിപ്പായി, പക്ഷേ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്. പക്ഷേ അവിടെ അൻവർ അലി ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗെയിം ടൈം കിട്ടാനുള്ള സാധ്യതയില്ല. അപ്പോൾ സെൻട്രൽ ബാക്ക് ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു ക്ലബ്ബ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. ജീക്സൺ സിംഗിൻ്റെ പേര് ഞാൻ അടുത്ത് പറയും. അറിയാം, വലിയ ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുത്തതാണ്. പക്ഷേ ഇപ്പം ഓസ്കാർ ഗുസോണൊക്കെ ആണെങ്കിൽ അവിടെ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് സൗവി ചക്രവർത്തിയൊക്കെയാണ്. അപ്പം ജീക്സൺ തീർച്ചയായിട്ടും നമുക്ക് നാഷണൽ ടീമിൻ്റെ മെറ്റീരിയലാണ്. അദ്ദേഹം ഇപ്പം മൊത്തത്തിലൊന്ന് ഡൗൺ ആയി പോകുന്നൊരു സാഹചര്യത്തിലേക്ക് വരെ പോയി ഈസ്റ്റ് ബംഗാളിലേക്ക് പോയതിന് ശേഷം. അതുപോലെ നന്ദകുമാർ ശേഖറിൻ്റെ കാര്യം പറയണം. ലെഫ്റ്റ് വിങ്ങറാണ്. ഇവിടെ വന്നതിന് ശേഷം, ഈസ്റ്റ് ബംഗാളിൽ വന്നതിന് ശേഷം റൈറ്റിൽ കളിപ്പിക്കാൻ തുടങ്ങിയത്. അത് ലെഫ്റ്റ് വിങ്ങിൽ കളിക്കുമ്പോൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ. പക്ഷേ ഇപ്പോൾ ലെഫ്റ്റ് വിങ്ങിൽ നോക്കിക്കഴിഞ്ഞാൽ പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു അതിപ്രസരം നമുക്ക് കാണാൻ സാധിക്കും. മഹേഷും വിദേശ താരങ്ങളും ഇപ്പം എഡ്മണ്ടിനെ കൂടി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. പിന്നെ പറയേണ്ട താരമാണ് ജസ്റ്റിൻ TK. അദ്ദേഹം ഇപ്പം CFL കളിച്ചു, ISL ചില മത്സരങ്ങൾ കളിച്ചു. അദ്ദേഹം ഒരു നല്ല സെൻട്രൽ ഫോർവേഡാണ്. അതുകൊണ്ട് തന്നെയാണ് കൊൽക്കത്ത ഫുട്ബോൾ ലീഗിൽ അദ്ദേഹത്തിന് ടോപ്പ് സ്കോററൊക്കെ ആകാൻ പറ്റി. അപ്പം ഒരു സെൻട്രൽ ഫോർവേഡിന് ആവശ്യമായിട്ടുള്ള ഒരു ഇന്ത്യൻ ക്ലബ്ബ്, അത്യാവശ്യം ഗെയിം ടൈം കിട്ടുന്ന ഒരു ഇതും കൂടി വരണം. കാരണം അദ്ദേഹം ഒരു 25 വയസ്സിലേക്ക് എത്തുന്ന സാഹചര്യമാണ്. അപ്പം അങ്ങനത്തെ ഒരു ക്ലബ്ബ് ചൂസ് ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഡേവിഡ് ഗെയിം, അപ്പോൾ അദ്ദേഹം കിട്ടുന്ന ടൈമിൽ വന്ന് ഗോൾ അടിക്കുന്നുണ്ട്. പക്ഷേ അവിടെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ളൊരു ഗെയിം ടൈം കിട്ടുന്നില്ല എന്ന് പറയുന്നതാണ്
എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നത്. അവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ്സിൻ്റെ എണ്ണം വിദേശ താരങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തന്നെ വളരെ കൂടുതലാണ്. ഇപ്പോൾ അടുത്ത സീസൺ അത് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് പഞ്ചാബ് എഫ് സിയിലേക്ക് വരുമ്പോൾ വിനീത് റായ് ആണ്. വിനീത് റായ് ഒരു DM ആണ്, പക്ഷേ അവിടെ അദ്ദേഹത്തിന് ഒട്ടും തന്നെ ഓപ്പർച്യൂണിറ്റി ഇല്ല. ഇനിയിപ്പം നിഖിൽ പ്രഭു എല്ലാം പോകുന്നൊരു സാഹചര്യം വന്നാലേ അതിനുള്ള സാധ്യതയുള്ളൂ. ഇനിയിപ്പം നിഖിൽ പ്രഭു പഞ്ചാബിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഇനി അവരൊരു ഇന്ത്യൻ ടീമിനെ വെച്ച് കളിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് പോകുമോ എന്നുള്ളതും നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ചെന്നൈയിൻ എഫ് സിയെ പറ്റിയാണ് പറയേണ്ടത്. ചെന്നൈയിൻ എഫ് സിയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചധികം പ്ലേയേഴ്സിൻ്റെ പേര് പറയാം. ആദ്യത്തെ ജിതേന്ദ്ര സിംഗ് ആണ്, ഒരു DM ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അദ്ദേഹം നല്ല പ്ലെയറായിരുന്നു. ജംഷഡ്പൂർ എഫ് സിയിലേക്ക് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ ഫറൂഖ് ചൗധരി, ഒരു സെൻട്രൽ ഫോർവേഡായിട്ട് നാഷണൽ ടീമിലേക്ക് തിളങ്ങിയ പ്ലെയറെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അല്ലെങ്കിൽ ഒരു റൈറ്റ് ലെഫ്റ്റ് മിഡ്ഫീൽഡർ എന്ന നിലയിലൊക്കെയാണ് കളിപ്പിക്കുന്നത്. അപ്പം അദ്ദേഹത്തെ ഒരു കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അതുപോലെ ഗുർക്കീറത്ത് സെൻട്രൽ ഫോർവേഡായിട്ടും ലെഫ്റ്റ് വിങ് ആയിട്ടും ഒക്കെ ഇപ്പം മുംബൈയിൽ കളിക്കുന്ന സമയത്ത് ഒരു സൂപ്പർ സബായിട്ട് വന്നതാണ്. ചെന്നൈയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമെന്ന് പ്രതീക്ഷയാണ്, പക്ഷേ കിട്ടിയില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കിയാൻ നസീരി വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്ലെയറാണ്, പക്ഷേ വളരെ കുറഞ്ഞ ഗെയിം ഡേ മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ കിട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇതാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചിട്ടുള്ള 30 പ്ലേയേഴ്സ്. ഞാൻ പറഞ്ഞല്ലോ, പല സ്ക്വാഡ് ഡെപ്തുള്ള ടീമിലെയും പ്ലേയേഴ്സിൻ്റെ എണ്ണം കൂടി വരും. കാരണം അത് ഒബ്വിയസ് ആണ്, അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഇനിയിപ്പം ഹൈദരാബാദ് എഫ് സിയിലും മുഹമ്മദ് അൻസിലും എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന പേരുകളായിട്ടും തോന്നുന്നില്ല എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ നിന്ന് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയ.